നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 തുല്യത പരീക്ഷ എഴുതാൻ പോകുന്ന പഠിതാക്കൾക്ക് വേണ്ടി +1 ഇക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന്, അതായത് സാംഖ്യികം എന്ന് പറയുന്ന രണ്ടാമത്തെ പുസ്തകത്തിൽ നിന്ന് ആദ്യത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ. പരീക്ഷയ്ക്ക് വരുന്ന 2 ചോദ്യങ്ങൾ മാത്രമാണിത്. ഇത് 4ഉം 3ഉം 7 മാർക്കിൻ്റെ ചോദ്യമാണ്. അതായത് ഒരു ചോദ്യം 3 മാർക്കിനും മറ്റൊരു ചോദ്യം 4 മാർക്കിനുമാണ്. കൃത്യമായിട്ട് നിങ്ങളിത് പഠിക്കണം. ഇതിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആ ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം വരുന്നത്, ഇതിൽ 2 ഡാറ്റകളെ പറ്റി പറയുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഡാറ്റകൾ ഗുണാത്മക ദത്തങ്ങൾ, അതുപോലെ തന്നെ പരിമാണാത്മക ദത്തങ്ങൾ. ഗുണാത്മക ദത്തം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, അതുപോലെ പരിമാണാത്മകം എന്ന് പറഞ്ഞാൽ അളവ് പരം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നാണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കാം 3 മാർക്കിന്. അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് അതിനെ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കാം നമുക്ക്. ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറഞ്ഞത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ മാത്രം പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി വെക്കാൻ പഠിക്കുക. ഗുണാത്മക ദത്തങ്ങൾ അളക്കാൻ ബുദ്ധിമുട്ടുള്ളവ എന്നാണ് കാണിക്കുന്നത്. ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണത്തെ മാത്രം സൂചിപ്പിക്കുന്നതാണ് ഗുണാത്മക ദത്തങ്ങൾ. ഓക്കെ, ഗുണത്തെ മാത്രം സൂചിപ്പിക്കുന്നത്, അതായത് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ചരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഏതെങ്കിലും ഗുണവിശേഷത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം, ഗുണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റകളെയാണ് നമ്മൾ ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത്. അതായത് അത് അളക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഗുണം ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റുന്നതല്ല. അതായത് ഒരു ഗുണത്തെ കാണിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല, അളക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയാം. സൗന്ദര്യം, അതായത് വ്യക്തികളിലോ അല്ലെങ്കിൽ വസ്തുക്കളിലോ ഒക്കെ കാണുന്ന ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ സൗന്ദര്യം എന്ന് പറയുന്നത്. കാഴ്ചപ്പാട് എന്ന് പറയുന്നതും അളക്കാൻ പറ്റാത്തതാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് അളക്കാൻ പറ്റാത്തതാണ്. ബുദ്ധി അളക്കാൻ പറ്റാത്തതാണ്. സത്യസന്ധത, സ്വഭാവം, ജാതി, മതം, വിശ്വാസ്യത, ദേശീയത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് അയാളുടെ രാജ്യത്തോടുള്ള കൂറ് അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ അത് ദേശീയത എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയാത്തതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അളക്കാൻ കഴിയാത്തതൊക്കെ ഏതാണ്, ഗുണാത്മക ദത്തങ്ങളാണെന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തേത് പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറയുമ്പോൾ അത് അളക്കാൻ പറ്റുന്നതാണ്. പരിമാണം എന്ന് പറഞ്ഞാൽ തന്നെ അളക്കാൻ കഴിയുന്നത് എന്നാണ് അർത്ഥം. പരിമാണം എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം. ഓക്കെ, പരിണാമമല്ല, പരിമാണം എന്നാണ്. നായും മായും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, പരിമാണം എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയുന്നത്, പരിണാമം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ് ഏത്, പരിണാമം എന്ന് പറയുന്നത്. നമുക്ക് ആ വാക്ക് ഇവിടെ ആവശ്യമില്ല, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പോൾ പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത് അളക്കാൻ സാധിക്കുന്നവയാണ്. പരിമാണാത്മക ദത്തങ്ങൾ അളക്കാൻ കഴിയുന്നവയാണ്, അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അളക്കാൻ കഴിയുന്നത്? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ഉയരം, തൂക്കം, മാർക്ക്, അല്ലേ? ഇതൊക്കെ എന്താണ്, നമുക്ക് അളക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ജനനനിരക്ക്, രാജ്യത്തിലെ ജനനനിരക്ക് അളക്കാം, ജനസംഖ്യ അളക്കാം, മരണനിരക്ക് അളക്കാം, സാക്ഷരത, നിരക്ഷരത, ആയുർദൈർഘ്യം, എല്ലാ കാര്യങ്ങളും നമുക്ക് അളക്കാൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? സംഖ്യാരൂപത്തിലാണ് അളക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഖ്യാരൂപത്തിൽ അളക്കാൻ കഴിയുന്നത് പരിമാണാത്മക ദത്തങ്ങളാണ്. സംഖ്യാരൂപത്തിൽ അളക്കാൻ കഴിയാത്തത് ഗുണാത്മക ദത്തങ്ങളാണ്. അപ്പോൾ ഈ 2 നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചു വെച്ചാൽ മതി. 2ഉം കൂടെ പഠിക്കേണ്ടതില്ല. 2ഉം കൂടെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ പഠിക്കുക. ഇതിൻ്റെ വേറൊരു രൂപത്തിൽ നിങ്ങൾക്ക് ഈ ചോദ്യം വരില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖ്യികത്തിൻ്റെ പ്രാധാന്യം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിന് 100% ഗ്യാരണ്ടി പറയുന്ന മറ്റൊരു ചോദ്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം എന്താണ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖ്യികത്തിൻ്റെ പ്രാധാന്യം എന്താണ്.
അതായത് നമ്മുടെ എക്കണോമിക്സിൻ്റെ കൂടെയാണല്ലോ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പോയിൻ്റ് ആക്കി പഠിക്കുക. 6 പോയിന്റുകളുണ്ട്. അതിൻ്റെ ആൻസർ 6 പോയിൻ്റാണ്. പോയിൻ്റായിട്ട് മാത്രം പഠിച്ചാൽ മതി, വിവരണം ആവശ്യമില്ല. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, വളരെ വലിയ സാമ്പത്തിക ശാസ്ത്രദത്തങ്ങളെ ചെറുതാക്കാൻ സഹായിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. വളരെ വലിയ സാമ്പത്തിക ശാസ്ത്രദത്തങ്ങളെ, അതായത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ വളരെ വലുതാണെങ്കിൽ, വിശാലമായിട്ടുള്ള ഡാറ്റകളാണെങ്കിൽ അതിനെന്താക്കാൻ സഹായിക്കും? ചെറുതാക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ വലിയ സാമ്പത്തിക ശാസ്ത്രദത്തങ്ങളെ അല്ലെങ്കിൽ ഡാറ്റകളെ ചെറുതാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തേത്, നമുക്ക് വളരെ സങ്കീർണമായ സാമ്പത്തിക ശാസ്ത്ര പ്രശ്നങ്ങളെ ലളിതവൽക്കരിക്കാൻ സഹായിക്കും. അത് അത്രയ്ക്കും പഠിക്കണമെന്നില്ല, ഇങ്ങനെ വീണ്ടും ചുരുക്കാവുന്നതാണ്. സങ്കീർണമായ ഡാറ്റകളെ ലളിതമാക്കാൻ സഹായിക്കുന്നു. സങ്കീർണമായ ഡാറ്റകളെ ലളിതമാക്കാൻ സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? സങ്കീർണമായ ഡാറ്റകളെ ലളിതമാക്കാൻ സഹായിക്കുന്നു. ഒന്നാമത് എന്തായിരുന്നു? വളരെ വലിയ ദത്തങ്ങളെ ചെറുതാക്കാൻ സഹായിക്കുന്നു. വലിയ ദത്തങ്ങളെ ചെറുതാക്കാൻ സഹായിക്കുന്നു. സങ്കീർണമായ ദത്തങ്ങളെ ലളിതമാക്കാൻ സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമതൊരു പോയിന്റ്, ഗവൺമെൻറ്റിൻ്റെ ആസൂത്രണത്തിന് സഹായിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ആസൂത്രണം, ഗവൺമെൻറ്റിന് പ്ലാനിങ്, അതായത് ഭാവിയിൽ ഗവൺമെൻറ് എന്തൊക്കെയാണ് രാജ്യത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു പ്ലാനിങ് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലാണ്? അത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആസൂത്രണത്തിന് സഹായിക്കുന്നു. അങ്ങനെ തന്നെ പഠിക്കുക, ഗവൺമെൻറ്റിൻ്റെ ആസൂത്രണത്തിന് സഹായിക്കുന്നു. നാലാമത്തെ പോയിന്റ് പറയുന്നത്, ഭാവിയിലെ സാമ്പത്തിക പ്രവചനങ്ങൾ നടത്താൻ സഹായിക്കുന്നു. ഭാവിയിലെ സാമ്പത്തിക പ്രവചനങ്ങൾ നടത്താൻ, അതായത് നമുക്ക് രാജ്യത്തെ GDP, ഇന്ത്യയുടെ GDP അടുത്ത വരും വർഷങ്ങളിൽ എത്രയാക്കി ഉയർത്താം, അത് നമ്മൾ ഭാവിയിലെ ഒരു സാമ്പത്തിക പ്രവചനമാണ്. അപ്പോൾ ഇത്ര ശതമാനമാക്കി GDP ഉയർത്താനുള്ള പ്രയത്നങ്ങൾ നടത്തുന്നു. അതെന്താ? അതൊരു പ്രവചനമാണ് അല്ലേ? പ്രവചനം നമ്മൾ ഇപ്പോൾ ഭാവിയിൽ ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ നമ്മളിപ്പോൾ പറയുന്നതിനെയാണ് പ്രവചിക്കുക എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ ഭാവിയിലെ പലതരം ഭാവിയിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ പ്രവചിക്കാൻ അല്ലേ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്, വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സൂചികകൾ താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സൂചിക എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ, അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ അളക്കുന്നതുമായി ഉപയോഗിക്കുന്ന ഏകകമാണ്, അളവുകോലാണ് സൂചികകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിവിധ രാജ്യങ്ങളുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ, അപ്പോൾ ഇന്ത്യ രാജ്യത്തെ അമേരിക്കയുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാൻ നമുക്ക് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖ്യികം ഉപയോഗിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സൂചികകൾ താരതമ്യം ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ ചരങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതായത് സാമ്പത്തിക വികസനത്തെ സ്വാധീനിക്കുന്ന ചില ചരങ്ങളാണ് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ചരങ്ങൾ. അത് ഏതൊക്കെ തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 പോയിൻ്റാണ് സാംഖ്യികത്തിന് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ 6 പോയിൻ്റാണ്. 6 പോയിൻ്റ് കൃത്യമായിട്ട് പഠിക്കുക. ഒന്നുകൂടെ പറയുന്നു, വളരെ വലിയ സാമ്പത്തിക ശാസ്ത്രദത്തങ്ങളെ ചെറുതാക്കാൻ സഹായിക്കുന്നു. സങ്കീർണമായ ഡാറ്റകളെ അല്ലെങ്കിൽ ദത്തങ്ങളെ ലളിതമാക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തേത് ഗവൺമെൻറ്റിൻ്റെ ആസൂത്രണത്തിന് സഹായിക്കുന്നു. നാലാമത്തേത് സാമ്പത്തിക പ്രവചനങ്ങൾ നടത്താൻ സഹായിക്കുന്നു. അതുപോലെ അഞ്ചാമത്തേത് വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സൂചികകൾ താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു. ലാസ്റ്റ് വൺ, വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ ചരങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു 2 ചോദ്യം പഠിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഗുണം ചെയ്യും. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ല് ഓൾ എന്ന്
അമർത്തി വെക്കുക. പിന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടനെ തന്നെ പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.